ദേവീ ശരണം അമ്മേ. ഭിന്നതങ്ങളിലുള്ളതൊക്കെ നീക്കി നന്മകളുള്ളിൽ നിരന്തരം വളർത്താൻ വന്നു തൊഴുന്നു തവാന്തികേ പ്രഭാതേ. ഭദ്രകാളീ ഭവാനി മമ മാതേ തവ സുപ്രഭാതം. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 37-ാമത്തെ അധ്യായത്തിലെ ഭക്തി മഹിമകളെക്കുറിച്ച് അവിടെ ദേവി പറയുന്ന ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. താമസ രാജസ ഭക്തിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഉത്തമമായിട്ടുള്ള സാത്വിക ഭക്തിയെക്കുറിച്ച് ദേവി ദീർഘമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹിമവാന് മുക്തി പോലും ആഗ്രഹിക്കാതെ കണ്ട് ആരാണോ എന്നെ സേവിക്കുന്നത്, മറ്റൊന്നും തന്നെ ആഗ്രഹിക്കാതെ, മോക്ഷം പോലും ആഗ്രഹിക്കാതെ പരമപ്രേമഭാവത്തോടുകൂടി എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് എൻ്റെ ബ്രഹ്മഭാവത്തെ, സച്ചിദാനന്ദ സ്വരൂപത്തെ ചിന്തിച്ചുകൊണ്ട് അഭേദബുദ്ധിയോടുകൂടി ആ ബ്രഹ്മജ്ഞാനത്തോടുകൂടി എന്നെ അറിഞ്ഞ് ആരാണോ എന്നിൽ ഭക്തി വയ്ക്കുന്നത്, സർവ്വജീവജാലങ്ങളിലും എൻ്റെ രൂപത്തെ തന്നെ കാണുകയും സ്വന്തം ആത്മാവിനോട് അവനവനോട് എത്ര പ്രീതിയും സ്നേഹവും കാണിക്കുന്നുണ്ടോ അത്രയും പ്രീതി അന്യരുടെ ആത്മാവിനും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവര് ചൈതന്യം സമാനമാണ് എന്ന് കണ്ട് ഏതിലും അഭേദഭാവം വെച്ചുകൊണ്ട് എല്ലായിടത്തിലും എല്ലാ രൂപത്തിലും വർത്തിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, ആ ഭാവത്തിൽ കാണുന്നത്, ചണ്ടാലൻ വരെയുള്ളവരെ നമിക്കുകയും പൂജിക്കുകയും ഭേദബുദ്ധിയും ഇല്ലാതെ കണ്ട് ആരോടും ദ്രോഹബുദ്ധിയില്ലാതിരിക്കുകയും ചെയ്യുന്നവരാരാണോ എൻ്റെ തീർത്ഥസ്ഥാനങ്ങളൊക്കെ പോകുകയും എൻ്റെ ഭക്തന്മാരെ കാണുകയും എൻ്റെ ശാസ്ത്രങ്ങൾ, ദേവി ഭാഗവതം മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ ശ്രവിക്കുകയും പൂജാതി യാഗയജ്ഞ കർമ്മങ്ങളൊക്കെ എനിക്ക് വേണ്ടി ആരാണോ സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്നത്, അങ്ങനെയുള്ള ഭക്തിഭാവത്തിലൂടെ എന്നെ സേവിക്കുന്ന സമയത്ത് രോമാഞ്ചമുണ്ടാവുക, കണ്ണിൽ നിന്നും ഭക്തി അശ്രുക്കള്, പ്രേമാശ്രുക്കള് പൊഴിക്കുക, നാമങ്ങള്, സ്തുതികള് ചൊല്ലുന്ന സമയത്ത് കണ്ഠമിടറുക, ജഗത് കാരണഭൂതിയായിട്ടുള്ള സർവ കാരണഭൂതിയായിട്ടുള്ള എന്നെ അഭേദഭാവത്തോടുകൂടി പൂജിക്കുക, എൻ്റെ നിത്യനൈമിത്തികങ്ങളായിട്ടുള്ള വ്രതങ്ങൾ ആരാണോ ഭക്തിപൂർവം അനുഷ്ഠിക്കുന്നത്, ഉത്സവങ്ങൾ നടത്തുക, കാണുക, അഹങ്കാരമില്ലാതെ ഈ ദേഹബോധം വെടിഞ്ഞ് എൻ്റെ നാമങ്ങൾ ഉറക്കത്തിലും ഉറക്കെ ഉച്ചത്തിൽ പാടുക, നൃത്തം ചെയ്യുക, പ്രാരാബ്ധങ്ങളൊക്കെ എങ്ങനെ വന്നാലും വന്നോട്ടെ, വിരോധമില്ല. ഈ ദേഹത്തെ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവും കാണിക്കാതെ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ഉറച്ച ബുദ്ധിയോടുകൂടി ആരാണോ എന്നെ ഭജിക്കുന്നത്, അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഭക്തിയാണ്
ആ ഭക്തിയെയാണ് പരാഭക്തി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ പരാഭക്തി ആർക്കാണോ ഉണ്ടാവുന്നത് അവര് ചിന്മാത്രമായിട്ടുള്ള എൻ്റെ രൂപത്തിൽ വിലയിക്കും എന്നുള്ളതിൽ സംശയമില്ല. ആ ഭക്തിയുടെ പരമകാഷ്ഠ ഏതാണോ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം തന്നെയാണ് ആ വൈരാഗ്യത്തിൻ്റെയും കാരണമായിട്ട് ഭവിക്കുന്നത്. ഈ വൈരാഗ്യം നമ്മളിൽ ജനിപ്പിക്കുവാൻ ആ ഭക്തിയും ജ്ഞാനവും കാരണമായി തീരുന്നു. ഇനി പ്രാരാബ്ധം കൊണ്ട് ആർക്കെങ്കിലും ഈ ജ്ഞാനം നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, കാരണം ജ്ഞാനം നേടാൻ കുറച്ചൊക്കെ യത്നിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, അതൊക്കെ മനസ്സിലാക്കാൻ ആ തലത്തിലുള്ള കുറച്ചെങ്കിലും അറിവുകളൊക്കെ ഉണ്ടാവണം, പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞത് കേട്ട് മനസ്സിലാക്കാനുമുള്ള ആ ഒരു ബുദ്ധിശക്തി ഉണ്ടാവണം. അതിനുള്ള സ്ഥലകാല സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകാത്തവർക്ക് എന്താ ഒരു ഗതി? അവരിപ്പോൾ എന്താ ചെയ്യുക എന്നുണ്ടെങ്കിൽ അവർക്കും എൻ്റെ പേരിൽ ഭക്തിയുണ്ട് എങ്കിൽ എൻ്റെ മണിദ്വീപത്തിലെത്തും. എൻ്റെ മണിദ്വീപത്തിൽ എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ സ്ഥാനത്ത് അവർക്കും എത്തിച്ചേരാൻ കഴിയും എന്ന് പറയുകയാണ്. അപ്പോൾ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്നില്ല. പരമപ്രേമമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലൊക്കെ പോകുമ്പോൾ കാർത്യായനി വ്രതത്തിലൂടെ ഭഗവാൻ ആ ആത്മജ്ഞാനത്തിനെയൊക്കെ ഗോപികമാർക്ക് അവിടെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ക്ഷീരഹരണ ലീലയിലൂടെ. അപ്പോൾ അങ്ങനെ ദേവിയിൽ അല്ലെങ്കിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടായി എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ വിരക്തി ഉണ്ടാവാനുള്ള ജ്ഞാനവും ആ ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കാൻ വേണ്ടതായിട്ടുള്ള വിരക്തിയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് താനേ സിദ്ധിക്കും എന്ന് പറയാണ്. അതാണ് ഇവിടെ ദേവിയും പറയണത്. എൻ്റെ അനുഗ്രഹത്താൽ അത് സിദ്ധിച്ച് അവർക്കും എന്നിൽ എത്തിച്ചേരാം. അങ്ങനെ അഖില ഭോഗങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ഒടുക്കം എൻ്റെ ചിദ്രൂപ ജ്ഞാനവും അവർക്ക് വേണ്ട പോലെ ഉണ്ടാകും. അങ്ങനെയുള്ള ഭക്തൻ സദാ മുക്തനായിത്തീരും. ജ്ഞാനം മുക്തിക്ക് ആവശ്യം തന്നെയാണ്. കാരണം ജ്ഞാനം ഉണ്ടാവാത്തിടത്തോളം കാലം വിരക്തി ഉണ്ടാവില്ല, വിരക്തി ഉണ്ടാവാത്തോളം കാലം മുക്തി നേടാൻ കഴിയില്ല. ഭക്തി ജ്ഞാന വിരാഗാർത്ഥം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഭക്തി ജ്ഞാന വിരാഗാർത്ഥം എഴുതിയതാണ്. ഭക്തിയെ തന്ന, ഭക്തിയിലൂടെ ജ്ഞാനത്തിനെ തന്ന, അതിലൂടെ വൈരാഗ്യം അഥവാ വിരക്തി നമുക്ക് സംസാരത്തോടുണ്ടാവുക. അപ്പോൾ സംസാര വിരക്തിയാണ് മുക്തിക്ക് ഹേതു. ആ സംസാരമുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം നേടണം. ആത്മജ്ഞാനം നേടണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചൊക്കെ നമുക്ക് നേടാം.